ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയെ ബന്ധിക്കുന്നില്ല. സോ നമ്മൾ കർമ്മത്തിൽ നിന്ന് വിമുഖരായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? പക്ഷെ നമുക്ക് പ്രഭുപാദ് നൽകിയിട്ടുള്ളൊരു പ്രവൃത്തിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്തെന്നത്? നമുക്ക് വരുന്ന നേട്ടങ്ങൾ വലുതായിട്ട് നമ്മൾ അതിൽ ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് വരുന്ന ദുഃഖത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വലുതായിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ദുഃഖത്തിൽ നിന്ന് മുക്തനായിട്ട് നിർമത്സരം, മത്സരം, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഉള്ളിൽ. ഈ അസൂയ എന്ന് പറയുന്ന വസ്തുത ഉണ്ടാകുന്നത് ഈ മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് എന്നുള്ള ബോധത്തിന് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അത് ഡെവലപ്പാകുന്നത്. അപ്പോൾ ആ മത്സരം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ജയവും പരാജയവും, ഞാൻ അവനെ ജയിപ്പിക്കണം എന്നുള്ള താല്പര്യവും, ഞാൻ അവനാൽ തോൽക്കപ്പെട്ടു എന്നുള്ള ഭാവവും നമ്മളിൽ നിന്ന് എല്ലാവരും ചെയ്യപ്പെടണം. സമഭാവന എല്ലാവരോടും, എല്ലാ വസ്തുക്കളോടും, ഈ പ്രപഞ്ചത്തിനോട് തന്നെ വൈഷ്ണവന്മാർക്ക് ഒരു സമഭാവനയാണ്. ഇവിടെ പ്രഭുപാദ് പറയുന്നത് നരകമോ സ്വർഗമോ ഇനി എന്താ പറയുക നല്ല ഗ്രഹങ്ങളോ, ഇതൊക്കെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ് ഒരുപോലെ? അദ്ദേഹം എപ്പോഴും സദാ ആരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ എപ്പോഴും എവിടെ ചിന്തിക്കുന്നു? ഭഗവാൻ പറഞ്ഞു, ഞാൻ യോഗികളുടെ ധ്യാനത്തിലില്ല, ജ്ഞാനികളുടെ ചർച്ചാ വിഷയത്തിലില്ല, ഞാൻ എവിടെ ഉള്ളത്? ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന നിർമ്മല ഹൃദയത്തിലും ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആ സ്ഥലത്തുമായിരിക്കും എന്നെ കാണാൻ കഴിയുന്നതാകുക അല്ലെ? അപ്പൊ നിത്യവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭക്തൻ സദാസമയം ആരുടെ കൂടെയാണ്? ഭഗവാൻ ആരുടെ കൂടെയാണ്? അപ്പൊ ഭഗവാൻ, ഈ ഭക്തൻ എവിടെയായാലും എന്താ പ്രശ്നം? വൈകുണ്ഠത്തിലാണെങ്കിലും അദ്ദേഹത്തിന് അതേ തന്നെയാണ് അവസ്ഥ, അദ്ദേഹം സ്വർഗത്തിലായാലും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ, നരകത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ഭഗവാന്റെ കൂടെ തന്നെയാണെങ്കിൽ അത് തന്നെ അതുകൊണ്ടാണ് ഗംഗയും യമുനയും അതുപോലെ പുണ്യ നദികളൊക്കെ ഭക്തനെ കൊണ്ടിരിക്കാൻ കഥ പറഞ്ഞല്ലോ പ്രഭു. എന്താ പേര്? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ മുരളീധരന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നദികൾ 3 നദികൾ വന്നിട്ട് ശുദ്ധിയായിട്ട് പോകുന്നു. അവർ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ എന്തിനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നദികളാണ്. ഈ നദികൾ തങ്ങളുടെ അശുദ്ധിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഭഗവത് ഭക്തന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഭക്തൻ നദികളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് അല്ലെ? ഒരു നദിയെ, അതായത് പുണ്യ നദികൾ കളങ്കപ്പെടുന്ന ഒരുപാട് പേര് അതിനകത്ത് പോയി അവരുടെ കളങ്കം അതിനകത്ത് കഴുകിക്കളയുന്നത് കൊണ്ട് ആ നദി കളങ്കപ്പെടുന്നു. ആ നദികൾ ശുദ്ധീകരിക്കപ്പെടാൻ ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസേവനം ചെയ്യുന്നു അല്ലെ? അങ്ങനെയുള്ള ഭക്തൻ എവിടെ ഇരുന്നാൽ എന്താണ്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വൈകുണ്ഠം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ എന്ത് കർമ്മം ചെയ്താൽ ആ കർമ്മം അദ്ദേഹത്തിന് ബാധിക്കുമോ? അപ്പൊ നമ്മളെ അങ്ങനെ എന്നെ പ്രേരിപ്പിക്കുന്നത് ശ്രീല പ്രഭുപാദ് ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനും ചിന്തിക്കുവാനും വേണ്ടുന്ന പ്രക്രിയകളാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. രാവിലത്തെ നാമജപം മുതൽ കിടന്നുറങ്ങാൻ പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രഭുപാദ് പറയുമ്പോൾ അത് ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയും എന്ത് ചെയ്യുന്നില്ല, കളങ്കിതരാകുന്നില്ല. അപ്പോൾ ഈ മായയെ നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് വരുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ദേവി ഘേഷ ഗുണമയി മമമായ ദുരത്യയ മാമേവ ഈ പ്രപദ്യന്റെ മായാമേതാം കരന്തിലെ. എന്തുകൊണ്ടാണ് ചിത്രകേതുവിന് വളരെ സുന്ദരമായിട്ടും സുലഭമായിട്ടും പാർവതി ദേവിയുടെ ആ ശാപത്തെ വളരെ നിഷ്പ്രയാസമായി എടുക്കാൻ സാധിച്ചത്? അതാണ് ഇവിടെ കാരണം. ഇതാണ് ആ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യശക്തി അതിജീവിക്കുക എളുപ്പമല്ല, എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഇവിടെ നിഷ്പ്രയാസമല്ലേ ദേവിയെ മടങ്ങിയിട്ട് അദ്ദേഹം വിമാനത്തിൽ കയറി പോയത്? അദ്ദേഹത്തിന് ദുഃഖമോ വിഷമമോ തിരിച്ച് ദേഷ്യമോ തിരിച്ച് ശപിക്കാൻ കഴിവുള്ള ആളായിരുന്നു ആര്? പാർവതിയെ വേണമെങ്കിൽ ശപിക്കാൻ ശക്തിയുള്ള ആളായിരുന്നു ചിത്രകേതു. ഭക്തനല്ലേ, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നിവിടെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം ഇതാണ്, അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു, ഭഗവാനോട് സമർപ്പിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ മായയെ വളരെ സുലഭമായിട്ട് കടന്നു ചെല്ലുകയും അതിനെ സ്വീകരിച്ച് അതിനെ അനുഭവിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഭക്തന്മാർ എല്ലാവരും അങ്ങനെയാണെന്ന് ഇവിടെ പ്രഭുപാദം പറയുന്നു അല്ലെ? അതുകൊണ്ടാണ് ചിത്രകേതു ഒട്ടും അസ്വസ്ഥനാകപ്പെടാത്തത് എന്ന് പ്രഭുപാദം പറയുന്നുണ്ട്. അപ്പൊ ഈ പാർവതി ദേവി ആ
പാർവതി ദേവി ആരാ? മഹാമായ അല്ലെ? മായാദേവിയാണ് ആര്? പാർവതി ദേവി. അപ്പൊ മായക്ക് എന്താണ് ജോലി? ഇവിടെ പറയാറുണ്ട് മായയുടെ പ്രഥമ ഡ്യൂട്ടി എന്താ? എന്താണ്? അപ്പൊ മായയുടെ പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഒരുവനെ ഈ ലോകത്തില് ഭഗവാനോട് അടുക്കാതിരിക്കുന്നിടത്തോളം അവനെ ജന്മമൃത്യു ജരാവ്യാധികൾ അവന്റെ ചക്രത്തിൽ കിടന്ന് റൗണ്ട് അടിപ്പിച്ച് അവനെ ബുദ്ധിമുട്ടിച്ച് ഒരു വിധത്തിൽ അതിനോടുള്ള ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യിക്കുന്ന പ്രവൃത്തിയാണ് മായ ചെയ്യുന്നത്. ഇനി ഭക്തന്മാരോട് എങ്ങനെയാണ് ആ മായ പ്രവർത്തിക്കുന്നത്? അവരെ എത്രയും പെട്ടെന്ന് എവിടെ എത്തിക്കണം? ഭഗവത്ധാമത്തിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള പ്രക്രിയയാണ്. ഇവിടെ ചിത്രകേതുവിനും എന്താണ് സംഭവിച്ചത്? ഇവിടെ പാർവതി ദേവി പറയുന്നുണ്ട്, ഇവിടെ ബുദ്ധി കെട്ടവനെ എന്റെ പ്രിയപ്പെട്ട പുത്ര എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ആര്? പാർവതി ദേവി പ്രിയ പുത്ര എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്റെ പ്രിയപ്പെട്ട പരീക്ഷ എന്റെ പ്രിയ ശാപം ഞാൻ വായിക്കാതെ എന്ത് ശാപമാണ് നൽകുന്നത് നോക്കാം. അല്ലയോ മര്യാദ കെട്ടവനെ, എന്റെ പ്രിയപ്പെട്ട പുത്ര, നീ ഇപ്പോൾ അസുരന്മാരുടെ പാപമെങ്കിലുമായ ഒരു കുടുംബത്തിൽ ജനിക്കുക. അങ്ങനെയായാൽ മേലിൽ ഒരിക്കലും നീ ഈ ലോകത്തിലെ ഉത്കൃഷ്ടരായ വിശുദ്ധ വ്യക്തികളോട് ഇത്തരം ആരാധന പ്രാർത്ഥിക്കുന്നു. അല്ലെ പുത്ര? അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ അച്ഛനും അമ്മ ആരാണ്? മഹാദേവനും പാർവതിയാണ് അല്ലെ? അപ്പോ അമ്മ എന്ന സ്ഥാനം എടുത്തുകൊണ്ട് പാർവതി ദേവി ചിത്രകേതുവിനെ എന്ത് ചെയ്യാണ്? ശപിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശാപം? ഉടനെ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അടുത്ത ജന്മത്തില് വൃത്രാസുരനായി ജനിക്കുകയും ഇന്ദ്രനാൽ വധിക്കപ്പെടുകയും ചെയ്തപ്പോ ഉടനെ തന്നെ അദ്ദേഹം എവിടേക്ക് എത്തി എന്നാ പറയണത്? വൈകുണ്ഠത്തേക്ക് എത്തി. അപ്പൊ ഭഗവാൻ പ്ലാൻ ചെയ്തു. അത് ആരിലൂടെ പ്രവർത്തിച്ചു എന്നാ പറയണത്? പാർവതി ദേവിയുടെ മനസ്സിലൂടെ ഭഗവാനാണ് ശപിച്ചത്. നമ്മളിപ്പോ രാമായണ കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമായണ മാസത്തില് വാൽമീകിയുടെ ഉള്ളിലും ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട്. എന്തെന്നാണ്? ഒരു വേടൻ ക്രൗഞ്ച പക്ഷിയെ ഇണചേർന്ന് കൊണ്ടിരിക്കുന്ന ക്രൗഞ്ച പക്ഷികളുടെ ആണിനെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ വാൽമീകിയുടെ ഉള്ളില് അതിയായ കോപം വരികയും അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്യും. ഈ മനസ്സും അറിയാത്തവനായിട്ട് പോട്ടെ. അതൊരു ശ്ലോക രൂപത്തിലായിരുന്നു അത്രേ. അത് കഴിഞ്ഞ് വളരെ വിഷമത്തിലിരിക്കുന്ന വാൽമീകിയോട് ബ്രഹ്മദേവൻ വന്നിട്ട് പറയാണ്, ഇത് തോന്നിപ്പിച്ചത് ഞാനാണ്. അപ്പൊ നല്ലൊരു കാര്യം ചെയ്യിപ്പിക്കുവാനായിട്ട് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഒരാളുടെ മനസ്സിനകത്തേക്ക് കയറി ചെന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചിത്രകേതുവിന്റെ പാർവതി ദേവിയുടെ മനസ്സിലേക്ക് ഭഗവാൻ തന്നെ നൽകിയ നിർദ്ദേശമാണ് ഈ ശാപമായിട്ട് ചിത്രകേതു ഭവിച്ചതും. അത് വൃത്രാസുരനായി അദ്ദേഹം വരാനിടയായതും ഘോരമായ യുദ്ധത്തിന് ശേഷം ആ യുദ്ധം നടക്കുന്നതിനിടയിൽ രണ്ടുപേരും കൂടെ സത്സംഗം കൂടെ നടക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. രണ്ടുപേരും കൂടെ സത്സംഗം നടക്കുന്നത്. ഇതൊക്കെ ദർശിച്ച ആളുകൾക്ക് അത്ഭുതം തോന്നുകയും ചെയ്യുന്നു. അതിനുശേഷം വൃത്രാസുരനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വൃത്രാസുരനെ വധിക്കാതിരിക്കാൻ ആരും മടിച്ചു എന്നാ പറയുന്നത്. ഇതൊക്കെ കേട്ടത് അസുരനായിട്ട് പോലും ഞാൻ വൃത്രാസുരനെ വധിച്ചാൽ ബ്രഹ്മഹത്യ പാപം എന്നെ ബാധിക്കുമല്ലോ എന്ന് ഭയന്നിട്ട് ഇന്ദ്രൻ വധിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ബ്രഹ്മദേവനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വൃത്രാസുരനെ വധിക്കുന്നത്. അപ്പൊ ഒട്ടും ഭയം ഉണ്ടായില്ല ഭക്തന്മാരും. ഇതുപോലെ തന്നിലേക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകളെ ഏത് വിധത്തിൽ എടുക്കണം? തനിക്ക് തന്റെ പൂർവാർജിതമായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ സന്തോഷവും ഇത് തന്നെയാണ്, പൂർവാർജിതമായിട്ടുള്ള കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഭക്തന്മാർക്ക് ഇതുപോലുള്ള വിഷമം വരുന്ന സമയം പ്രഭുപാദ് പറഞ്ഞു, അത് ഒരിക്കലും മായയുടെ ഇടപെടലല്ല. അതൊരു ഭക്തന്റെ ഉള്ളിലുള്ള ആ വാസന, പാപവാസനയെ ഇല്ലായ്മ ചെയ്യാൻ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ഗുരുക്കന്മാർ തന്നെ ബോധപൂർവം ഉണ്ടാക്കി തരുന്ന സിറ്റുവേഷൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭക്തിയിൽ നമ്മൾ ഏർപ്പെടുന്ന പക്ഷം ആ ഭക്തിയുടെ പരിശുദ്ധീകരണത്തിനായിട്ട് നമ്മളിലേക്ക് വരുന്ന വിഷയങ്ങളെ നമ്മൾ അതേപടി സ്വീകരിക്കാനുള്ള മനോഭാവം നമ്മൾ കാണിച്ചാൽ അതവിടെ സോൾവായിട്ട് പോകും. അല്ല അതിനെ എതിർക്കാൻ നമ്മൾ മുട്ടാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ പരിശുദ്ധീകരണം നടക്കും, കുറച്ച് സമയം എടുക്കുന്നു മാത്രം.
അപ്പം തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് സംഭവിക്കും. അപ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധീകരണം കിട്ടുകയും അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ അത് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. ഈ മായയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മായ ഏത് വിധത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുക, ഒരു ഭക്തൻ എങ്ങനെയാണ് ഈ മായയിൽ നിന്നും വളരെ സുലഭമായിട്ട് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ ചിത്രകേതുവിന്റെ കഥയിൽ പറഞ്ഞു അല്ലെ. നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു കഥ നോക്കാം. ഇതൊക്കെ എത്രയോ യുഗങ്ങൾക്ക് മുന്നിൽ നടന്ന വിഷയമാണ്. ഈ ഭക്തന് ഇത് വളരെ സുലഭമായിട്ട് സാധിക്കും എന്നുള്ളത് ഈ കലികാലത്തിൽ പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാനുള്ളതാണെന്നറിയാമോ? ഹരിദാസ് ഠാക്കൂർ. ഹരിദാസ് ഠാക്കൂറിനെ നേരിട്ട് മായ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷിച്ചിട്ടുണ്ട്. മായ ഒരു പ്രാവശ്യം വല്ലാതെ അദ്ദേഹത്തെ പ്രകടിച്ചു അല്ലെ. അടിച്ചടിച്ച് തെരുവുകളോളം കൊണ്ടു ചെന്നു അദ്ദേഹത്തിനെ. ഒന്നും അദ്ദേഹം പ്രതികരിക്കാനോ അതിനെ എതിർക്കാനോ പോയില്ല. അവൻ മുഴുവനും വാങ്ങിച്ചു. എന്നിട്ട് വന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ കർമ്മം അത്രയും മോശമാണ്, ഇത് വാങ്ങിക്കാൻ ഞാൻ സർവ്വതാ യോഗ്യനാണ്, ഇത് ഭഗവാന്റെ ഭക്തനല്ലാതെ വേറെ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ. അടുത്ത തവണ നോക്കണം, മായ തന്നെ തന്റെ അത്യാകർഷകമായിട്ടുള്ള രൂപത്തിൽ അവിടെ വരികയുണ്ടായി അല്ലേ. എന്നിട്ട് 3 ദിവസമാണ് അവിടെ പാട് കിടന്നത് അല്ലേ. പക്ഷെ ഹരിദാസ് ഠാക്കൂർ ഒട്ടും സങ്കോചമില്ലാതെ അവരവിടെ അനുവദിക്കുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, ഞാൻ ഭക്തനാണ്, ഇവിടെ നിൽക്കണ്ട, പൊക്കോ. ഇങ്ങനെയൊന്നും അത് പറഞ്ഞില്ല. ദയവായി ദേവി ഇവിടെ ഇരുന്നാലും അങ്ങയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു സത്യവാചകം ഞാൻ പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കണം. ഞാനൊരു സത്യം നൽകിയിട്ടുണ്ട് എൻ്റെ ഗുരുവിന്. അത് പൂർത്തീകരിച്ചതിന് ശേഷം താങ്കളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. 3ാമത്തെ ദിവസം ക്ഷമ പെട്ട് മാതാവിന് ചോദിച്ചു, ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു, രാവിലെ മുതൽ രാത്രി വൈകുന്നേരം മുതൽ പകലോളം ഞാൻ ഇരിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെ, എന്നിട്ട് നിങ്ങൾ എന്നെ ഒരു മൈൻഡും ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചെയ്യണം. ദേവി നോക്കണം, ഞാൻ എൻ്റെ ഈ പ്രവൃത്തി ഞാൻ ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ നൽകിയിട്ട് ഈ സത്യവാചകം കഴിഞ്ഞതിന് ശേഷം, അത് ചെയ്തതിന് ശേഷം ഒരു സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു. അപ്പൊ ദേവി ഉടനെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയണം, ഞാനിതാ സറണ്ടറായി, എന്നെ എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയാൽ. അപ്പൊ മായാദേവി വീണ്ടും ഒരു തവണ ഇതുപോലെ അദ്ദേഹം വേറൊരു ഗുഹയിലിരിക്കുന്ന സമയം മായാദേവി തന്നെ സ്വന്തം രൂപത്തിൽ വരുന്നുണ്ട് അത്ര. എന്നിട്ട് ഇതേപോലെ ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ എന്നിട്ട് പറയുന്നത് മായാദേവി, ഞാൻ ബ്രഹ്മദേവനെ പോലെ ഇളക്കിയവളാണ്, ബ്രഹ്മദേവനെ പോലും എന്റെ മായയാൽ ഞാൻ ഇളക്കിയവളാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റിപ്പോയി, നിങ്ങളുടെ ഭക്തിയുടെ തീവ്രതയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മായ എത്ര തന്നെ പ്രബലമായാലും അതൊന്നും അവനെ എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ചിത്രകേതുവിന് ആ ശാപം അനുഗ്രഹമോ ശാപമോ, അതെങ്ങനെയുള്ള അനുഗ്രഹമാണെന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് 10ാം അധ്യായം 10ാം സ്കന്ധം 14ാം അധ്യായം 8ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു, തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാനയേവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വൂർധ്യേർവിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹൻ. പ്രിയ പ്രഭു, പൂർവജന്മ ദുഷ്കൃതങ്ങളുടെ ഫലങ്ങളൊക്കെ ക്ഷമയോടെ അനുഭവിച്ചുകൊണ്ട് മനസ്സാ വാച കർമ്മണ അങ്ങയെ സാദരം പ്രണമിച്ചുകൊണ്ട് അങ്ങയുടെ അഹേതുകമായ കാരുണ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുവൻ മോക്ഷത്തിന് അർഹനാണ്. കാരണം അത് അവന്റെ ന്യായമായ അവകാശമായി ഭവിച്ചിരിക്കുന്നു. ഇപ്പൊ നോക്കണം, ഇവിടെ ക്ഷമയോടുകൂടി എത്ര അർഹതയുണ്ടെങ്കിൽ ഈ 2 പദം നമ്മൾ ശ്രദ്ധിക്കണം. 1 ക്ഷമ, 2 അർഹത. അർഹത എത്ര തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ആ ക്ഷമയും അതിനുള്ള അനുവാദവും നമ്മൾക്ക് ലഭിക്കും വരെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആ കാത്തിരിപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ മെച്ചമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ആ കാത്തിരിപ്പ് വളരെ ക്ഷമാപൂർവകമായിരിക്കണം. അല്ലാതെ അത് കിട്ടിയില്ല, ഇതിന് സമയമായി, ഞാൻ കാലം എത്രയായി, എനിക്ക് എന്തുകൊണ്ട് തന്നുകൂടാ, ഞാൻ ഇത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, എന്നെ ഈ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് അവരോധിച്ചില്ല, ഞാനല്ലേ മാനേജർ ആവേണ്ടത്, എന്റെ കീഴിൽ വന്ന് അവനെ പിടിച്ച് മാനേജറാക്കണം അല്ലേ? അപ്പോ ഇതൊക്കെ നമ്മൾക്ക് ഞാൻ അർഹനാണ്, ഞാൻ ഇത്രയും ഡിഗ്രി ഉള്ളവനാണ്, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടും എനിക്കത് വന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ ഞാൻ അർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കാതെ
അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ആ വ്യക്തി എന്തോ കൂടുതലെന്തോ മെനഞ്ഞു, അദ്ദേഹം തന്റെ ഉന്നതാധികാരിയെ വേണ്ട വിധത്തിൽ പരിചരിച്ചു, അദ്ദേഹത്തെ സ്വാധീനിച്ചു, എന്നിട്ട് എന്റെ അർഹമായിട്ടുള്ള സംഗതി ആരെയും തട്ടിയെടുത്തു. അല്ലെ? ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ അർഹനാണെന്നുള്ള ബോധമാണ്. ആ ബോധം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കളയണം. ഈ അർഹത ആര് നിശ്ചയിക്കുന്നതാണ്? അർഹത നിശ്ചയിക്കുന്നത് അതിന് അധികാരപ്പെട്ട വ്യക്തികളാണ്. ഭക്തിയിൽ ആരാണ് അർഹതപ്പെട്ട വ്യക്തികൾ? ഗുരുനാഥൻ. അപ്പൊ നമുക്കൊരു കാര്യം നിർദ്ദേശിക്കുന്ന നീ ഇത് ചെയ്യും. നമുക്ക് യോഗ്യത ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ അറിയുകയുണ്ടാവും. പ്രഭുപാദ് അങ്ങനെയാണ്. ലണ്ടനില് ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഒരു ദമ്പതികളെ അദ്ദേഹം പോയി ക്ഷേത്രം നിർമ്മിച്ചു. ഒറ്റ മക്കളാണ് അവർ. 6 മാസമായിട്ടുള്ളൂ. പ്രഭുപാദ് പോയി ലണ്ടനിൽ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രം നിർമ്മിക്കാൻ അർഹതയുണ്ടോ അവർക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇംഗ്ലീഷുകാരാണ് അവരുടെ ജീവിതചര്യ നമുക്കറിയാം. അവർക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ അർഹതയുണ്ടോ? അപ്പൊ അവര് പ്രഭുപാദ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് അർഹത. അതിൽ കവിഞ്ഞ് വേറെന്തൊന്നുണ്ട്? ഗുരുനാഥൻ പറയുന്നതാണ് അർഹത. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ അവിടെ കാത്തിരിക്കണം. അത് എപ്പോഴും കിട്ടണം. അങ്ങനെ ഗുരുനാഥന്റെ പിന്നാലെ നടന്ന് ഗുരുനാഥൻ ഞാൻ അത് പഠിച്ചു, ഇത് പഠിച്ചു, അത് ഇതാ അല്ലെ? അതൊന്നും നമ്മൾക്ക് നിലപ്പോവില്ല. അപ്പോ ഈ ഒരു ശ്ലോകത്തിന്റെ കൺക്ലൂഷൻ ഞാൻ ഈ ശ്ലോകം വെച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആ ക്ഷമാപൂർവം നമ്മളിലേക്ക് വരുന്ന ആ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള മനോഭാവം കണ്ടെത്തുകയും അത് അനുഭവിച്ച് നമ്മുടെ ദോഷഫലങ്ങളെല്ലാം മാറുന്ന സമയം നമ്മളിലേക്ക് ഭഗവാന്റെ അഹൈത്തുകമായ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ആ അനുഗ്രഹത്തെ സ്വീകരിക്കുകയും അതുവഴി നമ്മൾക്ക് ഉന്നതമായിട്ടുള്ള ലോകങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഡിസ്കഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അറിയുന്നത് പറയാം. തീർച്ചയായിട്ടും അറിയാത്ത കാര്യങ്ങൾ, പ്രബലമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മുരളി ഗോവിന്ദാസ്കറിനെ തന്നെ ആശ്രയം സാധിക്കാം. എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടോ ഇന്നത്തെ ഈ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട്? ചോദ്യങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. സമയം കളയണ്ട. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് നമുക്കൊരു ഗ്രേസ് പറയണം. ഗ്രേസ് മനോജിത ദാസ് പ്രഭു വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. നമുക്ക് എല്ലാവരും വളരെ സൈലൻ്റായിട്ട് ഒരു വികൃതിയും ഇല്ലാതെ എല്ലാവരും കേട്ടിരുന്നതിനർത്ഥം എല്ലാവർക്കും വളരെ മനസ്സിൽ ഉൾക്കൊള്ളാൻ വിധമാണ് അദ്ദേഹം ഈ പ്രഭാഷണം നൽകിയത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വളരെയധികം നന്ദി കടപ്പാട് നമ്മൾ അദ്ദേഹത്തിനോട് കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതോടനുബന്ധിച്ച് നമുക്ക് ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാകാം. ആരും മണിക്കരുത്, തുറന്ന് ചോദിക്കാവുന്നതാണ്. ചെറിയ ചോദ്യമായാലും വലിയ ചോദ്യമായാലും നമുക്ക് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട് കൈവക്കുക. കുറേ ചോദ്യങ്ങൾ വരും. 1 by 1 ആയിട്ട്. ആരാണ് ആദ്യം ചോദിക്കുന്നത്? വിനോദ് പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ജീവിതത്തിലെ ദുഃഖങ്ങൾ നമുക്ക് പലതും പഠിച്ചു തരുന്നുണ്ട്. ദുഃഖങ്ങൾ തീർച്ചയായിട്ടും വേണം. ഭഗവാനെ ആശ്രയിക്കാൻ തോന്നുന്നു. ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ബുദ്ധിദേവി തന്നെ പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ മനസ്സിനെ എങ്ങനെ ക്രമീകരിക്കണം എന്നാണ് നമ്മൾ ചെയ്യുന്നത്.
പ്രഭു ചോദിച്ചത് ദുഃഖങ്ങളുണ്ടാവും, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ദുഃഖങ്ങൾ നമ്മളിലേക്ക് വരുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്നതാണ് ദുഃഖം. ആ ദുഃഖത്തെ നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ ദുഃഖത്തിന്റെ കാരണത്തെ അന്വേഷിച്ച് പോയാൽ ഒരു കാരണവശാലും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഈ ദുഃഖത്തിന് കാരണമെന്ത്, ഈ ദുഃഖത്തിന് കാരണക്കാരൻ ആരാണ്, ഇന്നയാൾ മുഖാന്തരമാണ് എനിക്ക് ദുഃഖം വരുന്നത്, ഇത്യാദി അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അന്വേഷണം ഒരിക്കലും അവസാനിക്കില്ല. കാരണം ഒരിക്കലും ദുഃഖവും അവസാനിക്കില്ല. അപ്പോൾ യഥാർത്ഥ പ്രായശ്ചിത്തം, നമ്മുടെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പ്രായശ്ചിത്തം യഥാർത്ഥമായിട്ട് നമ്മൾ അനുഷ്ഠിക്കണം. പരീക്ഷിത് മഹാരാജാവ് ഈ ചോദിക്കുന്ന ഒരു ചോദ്യം അശോകദേവ് മഹാരാജാവിനോട്, ഇവിടെ പ്രായശ്ചിത്തം എന്ന നിലയിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഗജസ്നാനത്തിനോട് ഉപമിക്കുന്നുണ്ട്. ആന കുളിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും പ്രായശ്ചിത്ത കർമ്മങ്ങൾ, അതായത് പൂജാതി കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തതിന്റെ ദുഃഖം പോകും എന്നൊക്കെ നമുക്ക് കേൾക്കാൻ ഇടയായില്ല അല്ലെ. ഇന്ന അമ്പലത്തിൽ പോയി ദർശിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ദുഃഖം തീരും. അപ്പൊ ഇത്തരം പരിഹാര ക്രിയകളൊക്കെ നമ്മൾ ചെയ്ത ദുഃഖത്തെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ആ ദുഃഖം ഇനി വരാതിരിക്കുന്നതിനുള്ള യഥാർത്ഥ പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടണം. ഈ ദുഃഖത്തിന് ഒരു പ്രശ്നമായിട്ട് നമ്മൾ പോയി അവിടെ പോയി പരിഹാരം ചെയ്തു, എന്നിട്ട് അതേ ദുഃഖത്തിന് വേണ്ട പ്രവൃത്തി വീണ്ടും നമ്മൾ ചെയ്താൽ സംഭവിക്കും. അതിനെയാണ് ഗജസ്നാനത്തോട് പരീക്ഷിത് മഹാരാജാവ് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളെ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഈ ദുഃഖം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃതം നമ്മൾ ചെയ്യണം. ആ സുഹൃതം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ സേവയിലേക്ക് ഏർപ്പെടാൻ സത്സംഗമായിട്ട് ഏർപ്പെടുക, സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വിഷയങ്ങളെ നമ്മൾ മനനം ചെയ്ത് നമ്മുടെ വീട്ടിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അതായത് സത്സംഗത്തിൽ മാത്രം പ്രവർത്തിക്കാനുള്ളതല്ല സേവനം. സേവനം നിത്യവും ഭഗവാനെ സേവിക്കാനുള്ളതാണ് അല്ലെ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഭക്തി എന്ന് ആര് പറയുന്നു? ശിവരൂപ ഗോസ്വാമി ഭക്തരസാമദാസിനോട് പറയുന്നുണ്ട്. അപ്പൊ ആ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ വിനിയോഗിക്കുന്ന പക്ഷം അത് ഭക്തിയാവും. അതുവഴി എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ കർമ്മങ്ങളും ശുദ്ധീകരിക്കപ്പെടും, എൻ്റെ ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടും. ഈ വിധത്തിൽ ശുദ്ധമായ കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദുഃഖങ്ങൾ അല്ലാതായിട്ട് മാറും. ആ വരുന്ന ദുഃഖങ്ങളെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ അദ്ദേഹത്തിന്റെ മനോഭാവം അദ്ദേഹത്തിന് ഡെവലപ്പ് ആവും. അത് മാത്രമല്ല, ചെയ്തു പോയ പാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ഈ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കും? ഈ തിരുനാമം നമ്മളെ സഹായിക്കും. പക്ഷെ അപരാധം ഇല്ലായ്മ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കില്ല? തിരുനാമജപം എത്ര ശുദ്ധമായിട്ട് ജപിച്ചാലും നമ്മളെ സഹായിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ അപരാധം ചെയ്തു പോയാൽ ശുദ്ധനാമം ജപിക്കുമ്പോഴും അത് നമ്മളെ പിന്തുടരുന്ന എന്നർത്ഥം. പക്ഷെ പാപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ നാമം ശുദ്ധമായിട്ട് ഒരു തവണ എടുത്താൽ കുംഭോരമായിട്ടുള്ള പാപങ്ങൾ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. പത്മപുരാണം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ. അപ്പൊ ഈ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ യഥാർത്ഥമായിട്ടുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ദുഃഖത്തിന് ഹേതു ഞാൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ജന്മത്തിൽ ചെയ്തു വെച്ചതല്ലാതെ മനസ്സിലാക്കണം അല്ലെ. ഈ ജന്മത്തിൽ കഴിഞ്ഞ ദിവസം ഗോവിന്ദാസ് പ്രഭുവിനെ പറയണ്ട, ഈ ജന്മത്തിൽ ചെയ്തു വെച്ച പാപങ്ങൾ തീർക്കാൻ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നാം സുഖകരമായല്ലോ എന്ന് ചോദിച്ചില്ലേ പ്രഭു. നമ്മളൊക്കെ കൈകൊട്ടി ശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും ആയുസ് നമുക്കില്ല. എന്നുവെച്ചാൽ അത്രയും പാപം നമ്മൾ ചെയ്യേണ്ടതെന്നർത്ഥം. ഇങ്ങനെ എത്ര ജന്മം നമ്മൾ എടുത്തിട്ടുണ്ടാവും, കോടാനുകോടി ജന്മമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും കാലത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള പാപങ്ങളുടെ ഫലമായി വരുമ്പോഴാണ് നമുക്ക് ദുഃഖമായിട്ട് മാറുന്നത്. ഇതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആരെ ആശ്രയിക്കണം? അതെങ്ങനെ ആശ്രയിക്കണം? പരിപൂർണമായിട്ട് ആശ്രയിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ദുഃഖത്തിനൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള വാസന. ഭക്തരായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദുഃഖം വാസനയെ ഇല്ലായ്മ ചെയ്യാൻ ഭഗവാന്റെ ഇടപെടലാണ്. അതൊരിക്കലും പാപത്തിന്റെ ഫലമായി നമുക്ക് കിട്ടുന്നില്ല. പ്രഭുപാദ് ഇത് ഇവിടെ വിശദീകരിക്കുന്നത് ഈ നമ്മളിന്ന് ചർച്ച ചെയ്ത ശ്ലോകത്തിന്റെ ഭാഗാർത്ഥത്തില് പ്രഭുപാദ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യമുള്ളത് പ്രകാശ് പ്രഭു. പ്രഭു ചോദ്യം ചോദിക്കാം. വളരെ എല്ലാവർക്കും
പ്രഭു ചോദിച്ചുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. ഇങ്ങനെയാണ് മാതാപിതാക്കളെ, കുട്ടികൾ എല്ലാവർക്കും ചോദ്യമുണ്ട്, പക്ഷേ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അത് വളരെ വ്യക്തമാണ്. പല താഴ്ത്തിരിക്കുന്നവർക്കാണ് ചോദ്യങ്ങളുണ്ടാകുക. അതാണ് എൻ്റെ ഒരു സത്യം. എല്ലാവരും നിവർന്നിരിക്കുന്നില്ലേ? ഓക്കെ, അടുത്ത ഓക്കെ. ഹരേ കൃഷ്ണ. കണ്ണ ചോദ്യങ്ങൾ ചോദിക്കണം, അതാണ് ഒരു ബുദ്ധിമുട്ട് ലക്ഷണം. ഹരേ കൃഷ്ണ പ്രഭു. ദുഃഖം വന്നു കഴിഞ്ഞാലും ഭഗവാൻ ശരണം പ്രാപിച്ചത് മാറില്ലെന്നാണ് നിങ്ങൾക്ക്. ദുഃഖം നമുക്ക് വന്നാൽ അത് ഭഗവാനെ ആശ്രയിച്ചിട്ട് മാറുന്നില്ല. അതായത് പ്രഭു ചോദ്യം ഉത്തരവ് എന്ന് പറയുന്നത്, അതായത് ദുഃഖം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചാൽ അത് മാറിപ്പോകുമല്ലോ എന്നാണ് പ്രഭു ഒരു തുടർ ചോദ്യമായിട്ടാണ് തോന്നുന്നു. ഇപ്പൊ ചർച്ച ചെയ്ത അതേ വിഷയം തന്നെയാണ്. മാറുന്നുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. മാറുന്നുണ്ടെന്ന് പ്രഭു തോന്നുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ റിയലൈസേഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനിയാണ് അടുത്ത് ചോദിക്കുന്നത് നിഖിലേഷ് പ്രഭു. ഞാനില്ലാണോ? ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ചിലർ വിചാരിക്കുന്നുണ്ടാവും. ആരില്ല. മാതാജിമാരെന്തായാലും പ്രഭുക്കന്മാർ 2 ചോദ്യം ചോദിച്ചുകൊണ്ട് മാതാജിമാർ ഒരു ചോദ്യം ചോദിക്കണം. ആരാണ്? കൈകൊക്കാം. ചോദ്യങ്ങളുണ്ടോ എനിക്കറിയാം, പക്ഷെ ആരും ചോദിക്കുന്നില്ല. ആരും ചോദിക്കുന്നോ? ഇല്ല. ഇവിടെയാണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ആരുമില്ല. മാതാജി ഹരേ കൃഷ്ണ. ചോദ്യം ആരുമില്ല. ആരുമില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചോദിക്കും മാതാജി. കുറച്ച് മുന്നോട്ട് വരും. അതായത് നന്മകളെ ചെയ്ത് കുട്ടിക്കാലത്തെ നന്മകളാ ചെയ്യാം. അപ്പൊ എന്തിനാ തിന്മകൾ കിട്ടുന്നതെന്ന് ചോദിക്കാം. സഹനങ്ങൾ സഹിക്കാനോ അതോ ദുരിതങ്ങളെ സഹിക്കാനോ അത് നേരിടാനോ എന്നുള്ളത് നോക്കാം. ഈ ചോദ്യം നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കുന്നതാണ്. ഞാൻ കുഞ്ഞുനാൾ മുതലേ സത്കർമ്മം മാത്രം പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് എനിക്ക് ദുരിതം ഭഗവാൻ തന്നു? ഇത് പലതവണ പ്രഭുവിടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനത് ആവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തു വെച്ച പാപത്തിന്റെ കണക്ക് നമ്മുടെ കയ്യിലില്ലാമേ. അത് ആരുടെ കയ്യിലേ ഉള്ളൂ? യമധർമ്മ രാജാവിന്റെ മന്ത്രിയായിട്ടുള്ള ചരിത്രഗുപ്തൻ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഉള്ളത്. അദ്ദേഹമാണ് സാങ്ഷൻ ആക്കി വിടുക. അപ്പോൾ നമ്മൾ എത്ര ജന്മം എടുക്കുന്നു നമുക്കറിയില്ല. പക്ഷെ ഭാഗ്യവശാൽ ഈ ഒരു ജന്മത്തിൽ നമുക്ക് സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിച്ചു. കാരണം ഇതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എവിടെയെങ്കിലും ഭഗവാന്റെ സേവനത്തിലോ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനത്തിലോ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് സത്കർമ്മ നിരതരായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അവരുടെ ആയുധമായ കാരുണ്യം കൊണ്ട് നമുക്ക് സിദ്ധിച്ചു. അങ്ങനെ നമ്മൾ അതിവിടെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നന്മകൾ വന്നു, സുഹൃതം നമുക്ക് സിദ്ധിച്ചു. പക്ഷെ നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ള ഈ പാപകർമ്മങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലല്ലോ. ഭഗവാൻ പരിപൂർണമായിട്ട് നമ്മൾ സമർപ്പിച്ചിട്ടില്ലല്ലോ. അത് എന്ന് സാധിക്കുന്നുവോ അന്ന് ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെയാണ്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കി തരുവാനാണ് ഇതുപോലുള്ള സത്സംഗം, ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇതുപോലുള്ള ചർച്ചകൾ നമ്മളെ അതിനെ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. ആ പ്രേരണയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സമർപ്പിക്കാനുള്ള ബോധം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ബോധപൂർവ്വം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അല്ലാതെ നമുക്ക് അതിന് വന്ന് ഭവിക്കട്ടെ അത് നടക്കില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നിർബന്ധി കൃഷ്ണ സംബന്ധി, കൃഷ്ണന്റെ കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യണം, ചെയ്യിപ്പിക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ പ്രായശ്ചിത്തത്തിന്റെ നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരികയുള്ളൂ. ആ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്രയും പാപങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട്
ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഭാവാർത്ഥത്തിൽ തന്നെ പ്രഭുപാദ് പറയുന്നുണ്ട്, പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവത് ധാമത്തിലേക്ക് അനുവാദമുള്ളൂ. അപ്പൊ എന്തെങ്കിലും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തീർക്കേണ്ടി വരും. ചിത്രകേതു അനുഭവിച്ചതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചെന്ന് വരും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിഷമതകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് എൻ്റെ ചെയ്തു വെച്ച കർമ്മ